മഞ്ഞിൽ യാതൊരു കുറവില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാതെ പറ്റില്ലല്ലോ, നല്ല തണുപ്പാണ്. അതുകൊണ്ട് മഞ്ഞ് അതുപോലെ തന്നെ ഇന്ന് കിടക്കിടയാണ്, അലിഞ്ഞു പോയിട്ടില്ല. അപ്പം നമുക്കിന്നൊന്ന് പുറത്ത് പോകാം. തണുപ്പായതുകൊണ്ട് മാളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ആകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. കുറച്ച് നേരം ഒന്ന് വണ്ടിയിലൊക്കെ ഇരുന്ന് പുറം കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് മാളിലെത്താം. ഇത് കണ്ടില്ലേ, ഫുള്ള് മഞ്ഞിങ്ങനെ കട്ട പിടിച്ച് കിടക്കണത്. ഇതിങ്ങനെ തണുപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കണേ, ഒട്ടും കുറയണില്ല. അതാണ് ഇതിങ്ങനെ അലിഞ്ഞു പോവാത്ത. വെയിലുണ്ട് ഇപ്പം അത്യാവശ്യം, എന്നാലും ഇത് അലിഞ്ഞു പോകണില്ല തണുപ്പുള്ളതുകൊണ്ടിട്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ടല്ലേ. തണുപ്പ് വലിയ കഠിനമായ തണുപ്പില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പോകാം. മഞ്ഞാണെങ്കിൽ ഇത്രയും ദിവസമായില്ലേ, ഇത് കണ്ടില്ലേ, ആകെ ഇങ്ങനെ ചെളി പിടിച്ച് ഇങ്ങനെ കൂമ്പാരം പോലെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ അഴുക്ക് പിടിച്ചെന്നേ കുറേ ദിവസമായാലും ഇതൊന്നും അലിഞ്ഞും പോകണില്ല. കാര്യം നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ വെയിലുള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റണില്ല തണുപ്പുള്ള ഇത്. ആ ഒരു എഫക്റ്റ് ഇല്ല തണുപ്പിൻ്റേതായ. പക്ഷേങ്കിൽ മഞ്ഞിന് അങ്ങനെയൊന്നുമില്ലല്ലോ, മഞ്ഞെന്തായാലും അങ്ങനെ തന്നെ കിടക്കണേണ്. പിന്നെ മാത്രമല്ല, ഇതിപ്പോൾ അങ്ങോട്ട് ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കട്ട പിടിച്ചിട്ടേ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിക്കണ്ടേ നല്ല ഗ്ലേസിങ് ആണ് ഇപ്പോൾ കാണാനായിട്ട്. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ ഐസ് ഇങ്ങനെ നല്ല കണ്ട ഇങ്ങനെ സ്കേറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു രീതിയിലാണ് ഇങ്ങനെ കിടന്ന് തിളങ്ങണണ്ട. ആ ഒരു വെയിലൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല രസമുണ്ടാണ് കാണാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സീസണിലായതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ പറ്റണത്. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ വല്ല മഴ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അലിഞ്ഞു പോയ ഇത്തരം കാഴ്ചയൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളൊരു ഈവനിങ്ങിൽ പുറത്തിറങ്ങിയപ്പോഴല്ലേ നമ്മളിതൊക്കെ കണ്ടത്. ഇതിപ്പോൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. നമ്മളങ്ങനെ ഇതേ ചരക്ക് ട്രെയിൻ പോകണമെന്ന് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടേക്കണ്ട. ഈ ഉൾവഴികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും ഇങ്ങനെ ചരക്ക് ട്രെയിൻ പോകണമെന്നേ, റെയിൽവേ ക്രോസുകൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ആകെ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഒരു ക്രോസിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ തന്നെയാണ്. അധികം അങ്ങനെ വണ്ടികളൊന്നുമില്ല, ആകെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, അങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ട്രെയിൻ ഇങ്ങനെ പോകാനായിട്ട്. നമ്മളിന്ന് പോകുന്നത് ഡെലവെയർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലൊരു മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞ് ന്യൂജേഴ്സി കഴിഞ്ഞ് പെൻസിൽവാനിയ സ്റ്റേറ്റ് കിടക്കണം, അത് കഴിഞ്ഞ് ഡെലവെയർ. അപ്പോൾ ഇന്ന് 2 സ്റ്റേറ്റുകളിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉൾവഴികളിലൂടെയൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ഹൈവേയിലേക്ക് കിടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഉൾവഴികളിലൂടെ പോകുമ്പോഴാട്ടെ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഹൈവേയിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഉൾവഴികളാകുമ്പോൾ ഇതുമാതിരത്തെ കാടുകൾ, വീടുകൾ, വഴികൾ എല്ലാം കാരണം നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ തോട്ടങ്ങളായിരുന്നു കേട്ടോ. അത് ഒരു സമ്മർ സീസണിലൊക്കെ വരികയാണെങ്കിലാണ് നമുക്ക് ആ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് എവിടെ നോക്കിയാലും മഞ്ഞുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഞാൻ നിങ്ങളെ വേറൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിലേക്കാണ് കിടക്കണത്. ഈ ബ്രിഡ്ജൊക്കെ നമ്മൾ മുമ്പും പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു പുതുമുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴേക്ക് നോക്കിക്കണ്ടേ ഈ ലേക്കിലുള്ള ഫുള്ള് വെള്ളം ഇങ്ങനെ മഞ്ഞായി കിടക്കണ കാഴ്ച കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒരു വെള്ളം പോലും നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? എല്ലാം ഇങ്ങനെ ഫുൾ കട്ടയായിട്ട് കിടക്കണേണ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ ഈ ഒരു സമ്മർ സീസണിലൊക്കെ ഇതിലൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഒഴുക്കോട് കൂടിയിട്ടുള്ള വെള്ളമായിരുന്നു നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ ഫുൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. ആ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടുള്ള വീടുകളൊക്കെ കണ്ടില്ലേ ഫുള്ളിങ്ങനെ മഞ്ഞിൽ പൊതഞ്ഞ് നിൽക്കണ കാഴ്ചയാണ് കാണാൻ സാധിക്കുക. എന്താല്ലേ, ഓരോ സമയത്തും ഓരോരോ കാഴ്ചകളും ആ കാഴ്ചയിൽ എന്തൊരു ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല കേട്ടോ. ഓരോ സീസണിലും ഇതിൽ പോകുമ്പോഴത്തേനും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട്. നമ്മളങ്ങനെ അതേ ഒരു ബ്രിഡ്ജൊക്കെ കടന്നു, അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് വീടുകളാണ് കേട്ടോ. റൈറ്റും ലെഫ്റ്റും
ഒക്കെ വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെ നേരിട്ട് കാണോട്ടോ, എങ്കിലുള്ളൂ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഞാനിതൊക്കെ വീഡിയോയിൽ പാർത്തി നിങ്ങൾക്ക് അത് എത്രമാത്രം അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും വീഡിയോക്ക് ആരും ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കണേ. എല്ലാവരോടും പറഞ്ഞാലാ ചെയ്യുള്ളൂ, എന്താ ചെയ്യുക. അങ്ങനെ നമ്മളിതേ ഹൈവേയിലേക്ക് കടന്നതേ പെൻസിൽവാലിയ സ്റ്റേറ്റിലേക്ക് കടക്കാൻ പോവുകയാണ്. റൈറ്റ് സൈഡിൽ ബോർഡ് കണ്ടില്ലേ, വെൽക്കം ടു പെൻസിൽവാലിയ. ഇതൊരു റെസ്റ്റ് ഏരിയ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ ഇതിനു മുമ്പൊക്കെ ആ റെസ്റ്റ് ഏരിയയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഫിലഡൽഫിയ സിറ്റി കാണാൻ. നേരെ ആ മുമ്പിൽ കാണുന്ന ആ ബിൽഡിങ്ങുകൾ ഉണ്ടില്ലേ, അതാണ് ഫിലഡൽഫിയ സിറ്റി. പക്ഷേ ഇങ്ങനെ നമുക്കിപ്പോൾ സിറ്റിയിലേക്കൊന്നും കിടക്കണ്ട, അതിനിങ്ങോട്ട് മാറിയിട്ടുള്ള ഹൈവേ വഴിയാണ് നമ്മളിപ്പോൾ പോണത്. ഫിലഡൽഫിയ സിറ്റിയൊക്കെ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അതേ റൈറ്റ് സൈഡിൽ ചരക്ക് ട്രെയിൻ പോണാണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇത് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കട്ടെ ഇത്തരം ട്രെയിനുകൾ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോകും, ചിലപ്പോൾ സൈഡിൽ കൂടി പോവും, ചിലപ്പോൾ മോളിൽ കൂടി ബ്രിഡ്ജിൽ കൂടി പോവും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇവിടെ ചരക്ക് ട്രെയിൻ പോണ കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ മാളിലൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കടകളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു യമൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നേക്കണം ഫുഡ് കഴിക്കാനായിട്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ അതേ ഒരു ചട്നിയും പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ് സാലഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ യമൻ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് തന്നെ സൂപ്പ് തരും കേട്ടോ അവർ. അപ്പോൾ ഇവിടെ നമുക്ക് ചിക്കൻ സൂപ്പാണ് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുഡായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ മന്തിയും അതുപോലെ തന്നെ മട്ടൻ മന്തിയുമാണ്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, പല ടൈപ്പ് അറബിക് ഫുഡുകളാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ യമൻ റെസ്റ്റോറൻറ്റിൽ യമൻ ടീ ഉണ്ടായിരുന്നു, ഇവരുടെ സ്പെഷ്യൽ ടീ ആട്ടോ അത്. നല്ല ടേസ്റ്റാണ് അത് കുടിക്കാനായിട്ട്. അതും ഈ തണുപ്പത്ത് നല്ല ചൂടൻ ചായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഖം. റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു മാൾ വരുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളം ഉള്ളൂ യാത്ര. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കഴിച്ച് പിന്നെ അവിടെ എത്തുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവുമല്ലോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ മാളെത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാന മാളെന്നാണ് കേട്ടോ ഈ ഒരു മാളിൻ്റെ പേര്. വലിയ കാട്ടൊരു മാളാണ്. പിന്നെ ഈ ഒരു ഡെലവെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റിൽ അങ്ങനെ സെയിൽസ് ടാക്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത സ്റ്റേറ്റുകളിലുള്ള ആളുകളൊക്കെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടേക്ക് വരും. അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊരു തിരക്കാണ്, വണ്ടിയൊക്കെ ഇടാനൊക്കെ ആയിട്ട് നമ്മളങ്ങനെ അതേ മാളിലേക്ക് കിടക്കണേണ്. ഒരുപാട് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏതോ ഒരു എൻട്രൻസ് വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈം ആയപ്പോഴത്തേനും പുറത്തൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ഒരു കണക്കിനാണ് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അകത്ത് കയറിയപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സാധാരണ പോലെയൊക്കെ തന്നെ മാളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, ഇഷ്ടമാതിരി കടകളുണ്ടായിരുന്നു. നമ്മൾ ഇന്നാൾ ഫിലഡൽഫിയ ഭാഗത്തായിട്ട് ഒരു മാളിൽ പോയില്ലേ, മാൾ ഓഫ് പ്രഷ്യ എന്നും പറഞ്ഞാൽ, അതിൽ നിന്നും കുറേ വ്യത്യസ്തത ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ അന്നത്തെ മാളെന്ന് പറഞ്ഞാൽ കുറേ ബ്രാൻഡഡ് ഷോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബ്രാൻഡഡും ഉണ്ട്. അതുകൂടാതെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ നമ്മൾ ഈ വഴിയിലൊക്കെ നമുക്കിങ്ങനെ കടകളൊക്കെ കാണാൻ സാധിച്ചു. പക്ഷെ അന്നത്തെ മാളിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ നടന്നതിന് ശേഷം ഇപ്പോൾ കിഡ്സ് ഏരിയയിലേക്കാണ് വന്നേക്കണത്. ഇത് കുഞ്ഞു കുട്ടികളുടെ ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തായിട്ട് കാറുകളൊക്കെ കിടക്കുന്നത് കുറച്ചും കൂടി വലിയ കുട്ടികളുടെയാണ്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കൂടുതൽ കിഡ്സ് ഏരിയ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നോക്കിയിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാത്തൂന് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ആ ഒരു കാറൊന്നും. അതുകൊണ്ട് അതിലൊന്നും അവൾ കയറാൻ നിന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും കുറേയൊക്കെ നടന്നു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഷോപ്പിംഗ് ഒക്കെ നടത്താൻ പറ്റിയവർക്കാണെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ നടത്താം കേട്ടോ. നമ്മൾ പിന്നെ അതിനൊന്നും അല്ലല്ലോ വന്നത്. കുറച്ച് നേരം നടക്കുക, കാഴ്ചകളൊക്കെ കാണാൻ, എന്തെങ്കിലുമൊക്കെ ഫുഡ് അടിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശം. പക്ഷേ ഫുഡ് നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നില്ല. ഇതാണ്ട് ഇവിടുത്തെ ഫുഡ് കോർട്ട്, വലിയൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ കൂടുതലും പിസ്സ, ബർഗർ, ഗ്രിൽഡ് ഐറ്റംസുകൾ, ഈ ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കിട്ടുക. പിന്നെ പല ടൈപ്പ് ജ്യൂസ്, നമ്മൾ ബബിൾ ടീ ഒക്കെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ഐസ്ക്രീം ഷോപ്പ് കണ്ടത്. ഇതിൻ്റെ ആ ഫോട്ടോസൊക്കെ കാണുമ്പോൾ മനുഷ്യനിങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തോന്നി, അങ്ങനെ ഇന്ന് നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കാമെന്ന്. അങ്ങനെ അതേ ഐസ്ക്രീമാണ്ടോ വാങ്ങിച്ചത്. പാത്തൂന് ഇഷ്ടപ്പെട്ടില്ലേ? പാത്തൂന് എന്താ സംഭവം? ഏതോ കളറിലുള്ള ഐസ്ക്രീമാണ്, പിങ്ക് കളറിലുള്ള ഐസ്ക്രീമാണ്. ഏത് ഷോപ്പിൽ ചെന്നാലും പാത്തൂന് എന്തെങ്കിലും കളറിലുള്ള ഐസ്ക്രീമാണ്. അത് എന്നിട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നെ ഏതാണ് പറ?
അല്ല എവിടെ ചെന്നാലും അറിയാം. എന്നിട്ട് മേടിച്ച് കഴിയുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. എന്നിട്ട് അവൾ കഴിക്കില്ല. ഇന്നിപ്പോൾ ഏത് ഫ്ലേവറാണ് കണ്ടുവച്ചത്? ഏത് ഫ്ലേവറാണ് കണ്ടുവച്ചേ? റാസ്ബെറിയാ? പാത്തു നോക്കി. ഈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടാ? മാങ്കോയാ? എന്റെ പൊന്നെ, നോണ പറയരുത്. സാധാരണ മാംഗോ അല്ലത്, ഇത് മാംഗോ പ്ലസ് ബനാന. ചിലപ്പോ നല്ലായിരിക്കും. അവള് തിന്നില്ല, അതാണ് അവള് എന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പക്ഷെ ഇവൾക്ക് പറ്റണ്ടത്. എന്തായാലും ഞാൻ ക്യാരമൽ ഷേക്കാണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇത്തിരി ഒരു വെള്ളം പോലെ കുടിക്കണമെന്ന് തോന്നി. അതാണ് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഐസ്ക്രീം തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ പാത്തൂന് എവിടെ ചെന്നാലും ഐസ്ക്രീം ഇങ്ങനെ കുറേ ഫ്ലേവറുകൾ കാണുമ്പോഴേ ആകെ ഒരു കൺഫ്യൂഷനാണ്. അവസാനം അവൾ ഏറ്റവും ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഫ്ലേവർ ആയിരിക്കും കേട്ടോ അവൾ കളർ നോക്കിയാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്നും അവൾ പറഞ്ഞ കളർ വാങ്ങില്ല കേട്ടോ, വേറെ കളറാണ് വാങ്ങിക്കൊടുത്തത്. അതാണ് അവിടെ നടക്കണ തർക്കം. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. ഇതേ നോക്കിക്കണ്ടേ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയൊരു സാധനമുണ്ടോ. ഭയങ്കര വില കേട്ടോ സാധനത്തിന്. എന്തോ $100-150 അതിന് വില പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു, കുറേ നടന്നു. നമ്മളിതേ ആപ്പിൾ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. 1-2 പ്രൊഡക്റ്റുകളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ചിലവഴിച്ചു. അങ്ങനെ എന്തോരം നേരം നടന്നു എന്നൊന്നും ഒരു എത്തും പിടിയില്ല കേട്ടോ, അതിന് മാത്രം നടന്ന്. കേസ് നമ്മളങ്ങനെ ഈ മാളിൽ നിന്നും പോവുകയാണ്. കുറേ നടന്നു. ഇതിപ്പോൾ മാള് ക്ലോസ് ചെയ്യാറായി. 8 മണിയായി. 8 മണി ക്ലോസ് ചെയ്യും. നമ്മളിങ്ങനെ വന്ന അതേ എൻട്രൻസ് വഴി തന്നെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങണത്. കഴിഞ്ഞ തവണ ഒരു മാളിൽ ചെന്ന് നമ്മൾ പെട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ അതേ വഴികളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴത്തേനും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. രാത്രിയാവും തോറും ഇങ്ങനെ തണുപ്പ് കൂടി വരുമല്ലോ. ഈ മാളിൽ നിന്ന് നമ്മുടെ വണ്ടി കിടക്കണ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. ഇങ്ങനെ നടന്ന് പോകണം. അപ്പോൾ ജാക്കറ്റ് വണ്ടിയിൽ വെച്ചാണ് നമ്മൾ പോകുന്നത്. അതാണ് ആകെ കെണിയായത്. നമ്മുടെ നാട്ടിലെ മാളൊക്കെ ആണെങ്കിലേ അവിടെ പാർക്കിങ് ഫുള്ള് അണ്ടർഗ്രൗണ്ടൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഴയായാലും തണുപ്പായാലും വെയിലായാലും പ്രശ്നമൊന്നുമില്ല, നേരിട്ട് വണ്ടിയിലേക്ക് കയറാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇങ്ങനെ പുറത്ത് ഗ്രൗണ്ടിലായിട്ടാണ് ഇടണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് നടന്നിട്ട് വേണം വണ്ടിയിലേക്ക് കയറാൻ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുമ്പോഴാണ് ഈ തണുപ്പുള്ള സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഈ ജാക്കറ്റ് എടുത്താലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ മാളിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ജാക്കറ്റ് വെറുതെയാണ്. നമുക്ക് നോർമലാണല്ലോ, ഹീറ്ററൊക്കെ ഇട്ടേക്കണോണ്ടിട്ട് പിന്നെ ജാക്കറ്റ് വെറുതെ കൈ പിടിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ജാക്കറ്റൊക്കെ എടുക്കാണ്ടിരുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, അധികം ദൂരമൊന്നും അങ്ങനെ നടക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു തണുപ്പത്തെ മാളിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കിട്ടോ, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കിട്ടോ. അപ്പോൾ പുതിയ അമേരിക്കയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.